ഈ ചെമ്പകം കണ്ടിട്ടാ അല്ലേ? മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ ചില ഇടങ്ങളിലൊക്കെ ചില മാലിന്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലുട്യൻസ് ഇവിടെ ഡൽഹി പ്ലാൻ ചെയ്തപ്പോൾ വളരെ രസകരമാണ്. കാരണം ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതകളാണ്. ഇപ്പോൾ ഈ റോഡിൽ മുഴുവൻ ആലാണെങ്കിൽ മറ്റൊരു റോഡിൽ പുളിമരങ്ങളുണ്ട്, മാവുണ്ട്, ഞാവൽ മരങ്ങളുണ്ട്. ഞാവൽ മരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീറ്റ് മുഴുവൻ ഞാവൽ മരങ്ങളാണ്. എനിക്ക് ഇവിടെ തൊഴിലാളികളാണ് തോന്നുന്നു. തൊഴിലാളികളാണല്ലേ? ഓക്കെ. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് आप कहाँ से? छत्तीसगढ़ से। छत्तीसगढ़ से पूरा? हाँ पूरा। सब लोग पूरा छत्तीसगढ़ से? हाँ पूरा छत्तीसगढ़। हाँ ओके. ഛത്തീസ്ഗഡിൽ നിന്ന് വന്നവരാണ് ഇവര്. തൊഴിൽ തേടി വരുന്നവരായിരിക്കും അല്ലേ? തീർച്ചയായും. അപ്പോൾ തൊഴിൽ തേടിയുള്ള യാത്രകളാണ് രാജ്യത്ത് എവിടെ പോയാലും കാണാം. ചില ആളുകൾ അങ്ങോട്ട് വരും, ചില ആളുകൾ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ്. മഹാനഗരങ്ങളിലേക്ക് വരുന്നവരെ കുറിച്ച് ആൾക്കൂട്ടത്തിലൊക്കെ ആനന്ദ് എഴുതിയിരിക്കുന്നത് പ്രേക്ഷകർക്ക് കാണാമല്ലോ. ഈ ബോംബെയിൽ വന്ന് ട്രെയിൻ നിൽക്കുന്ന സമയത്ത് ട്രെയിൻ പ്രസവിക്കുന്നു എന്നാണ് പറയുന്നത് ആനന്ദിന്റെ നോവലിൽ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദില്ലിയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ ഞങ്ങൾ പ്രേക്ഷകർക്ക് കാണിച്ചു തരാം. ദില്ലി വിശേഷങ്ങളുണ്ട്. അതോടൊപ്പം നമുക്കിനി കേരള ഹൗസിലേക്ക് ഒന്ന് പോകണം. അവിടെ നമ്മളെ കാത്ത് ചില ആളുകളുണ്ട്. റിപ്പബ്ലിക് ഡേ ഒരുക്കങ്ങൾ കൂടി ഞാൻ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടക്കുന്നു. നമ്മുടെ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ തയ്യാറായി കഴിയുന്നു. ആ കാഴ്ചകൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. ഇനിയിപ്പോ പരേഡിന്റെ റിഹേഴ്സൽ ആരംഭിക്കും അല്ലേ? റിഹേഴ്സൽ ആരംഭിക്കും. റിഹേഴ്സൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കും. റിഹേഴ്സൽ തുടങ്ങി. കാഴ്ച കൂടി നമ്മൾ റിഹേഴ്സൽ നടക്കും. ഇവിടെ ഈ ക്രോസ് ചെയ്തിട്ടാണ് ഈ ജൻപഥ് റോഡുള്ളത് അല്ലേ? കർത്തവ്യപഥ്, ക്ഷമിക്കണം, കർത്തവ്യപഥ്. അപ്പൊ കർത്തവ്യപഥില് ആണ് പരേഡുകളുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനി 6 ദിവസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ആ കാഴ്ചകളും ദൃശ്യങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം. നോക്കൂ, മനോഹരമായ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഇത് റിപ്പബ്ലിക് ഡേ പരേഡിനുള്ള ദൃശ്യങ്ങളാണ്, തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇനി ജനുവരി 26-ാം തീയതി വളരെ മനോഹരമായ ഈ പരേഡ് നടക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് കാണികളൊക്കെ ഇരിക്കുക. Can we go inside, sir? No, can we go inside? No. Okay, fine. അപ്പോൾ ഇതാണ് ആ ദൃശ്യങ്ങളെന്ന് പറയുന്നത്. സൂപ്പർ, എക്സലൻ്റ് അല്ലേ? ഇവിടെ വരുന്ന സമയത്ത് നമുക്കൊരു പ്രൈഡൊക്കെ തോന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സേനയെക്കുറിച്ച്. അവർ രാവിലെ തന്നെ നല്ല തണുപ്പത്തല്ലേ? NCC കാഡറ്റാണ് മിക്കവാറും മലയാളി കുട്ടികൾ ഉണ്ടാവും കേട്ടോ. മലയാളീസ് അവർ നമ്മുടെ മലയാളി സുഹൃത്തുക്കളാണ്. കേരളത്തിൽ നിന്ന് വന്ന മലയാളി സുഹൃത്തുക്കളും ഈ റിപ്പബ്ലിക് ഡേ പരേഡിന് വരുന്നവരാണ്. വലിയ അഭിമാനമാണ് അല്ലേ? റിപ്പബ്ലിക് ഡേ പരേഡിന് സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള മലയാളി സുഹൃത്തുക്കളെ സംബന്ധിച്ച് വലിയ ആവേശമുള്ളവരാണ്. കാരണം അവര് നമ്മളെ കണ്ട് തിരിച്ചറിഞ്ഞു. ഓക്കെ. നമ്മൾ ഈ NCCയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ വലിയ മോഹമാണ്. പ്രത്യേകിച്ച് ഈ ഷൂട്ടിങ്ങിൽ നമ്മൾ മറ്റേ ആദ്യം വരിക. ഒപ്പം തന്നെ ഈ ഷൂട്ടിങ്ങിൽ നമുക്ക് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റിപ്പബ്ലിക് ഡേ പരേഡിന് നമ്മൾ സെലക്ട് ചെയ്യും. സ്പെഷ്യൽ ക്യാമ്പിനൊക്കെ സെലക്ട് ചെയ്യും. ഗംഭീരമാണ്. മാത്രമല്ല സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടുമല്ലോ. അതിനേക്കാളപ്പുറം അതൊരു വല്ലാത്തൊരു അനുഭവമാണല്ലോ. ഇത്രയും ഒരു അനുഭവം കിട്ടുന്ന എത്ര ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളാണ്. ഇവിടം മുതൽ അങ്ങേ അറ്റം വരെ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരിക്കൽ നമുക്ക് റിപ്പബ്ലിക് ഡേ നിങ്ങളൊക്കെ വരണം കേട്ടോ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഈ രാജ്യത്തിന്റെ ഈ റിപ്പബ്ലിക് ഡേ പരേഡിലും അതേപോലെ വാഗാ ബോർഡറിലുള്ള നമ്മളുടെ ഫ്ലാഗ് സെറിമണി ഉണ്ടല്ലോ, ആ ചടങ്ങിലും ഒക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വന്ന് കണ്ടൊന്ന് പങ്കെടുക്കണം. ദേശീയത എന്താണ് എന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നത് ഈ മൊമെന്റിലാണ്. അപ്പോൾ ഈ നല്ല തണുപ്പിൽ ആ തണുപ്പിനെ ഒന്നും വകവെക്കാതെ ഈ കൊച്ചു കുട്ടികൾ ഈ കൊടും തണുപ്പിൽ നോക്കൂ. ഇതിനൊരു 4 ദിവസം കൂടി ട്രെയിനിങ് ഉണ്ടാവും അല്ലെ? 25-ാം തീയതി വരെ ട്രെയിനിങ് നടത്തി പെർഫെക്റ്റ് ആയിരിക്കും. കാല് വെക്കുന്നുണ്ടല്ലോ അതേ സിൻക്രണൈസ്ഡ് ആയിട്ടാണ് അല്ലെ? താളാത്മകമായിട്ട് ക്രമമായിട്ട് പോയ ശേഷം തിരിച്ചു പോകുന്നതാണ്. ഇന്ത്യ ഗേറ്റ് ആ കാണുന്നത്. ഒരു പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം അവിടെ മഞ്ഞ് കാരണം. അതായത് രാഷ്ട്രപതി ഭവന്റെ അവിടെ നിന്ന് ആരംഭിച്ച് ഇന്ത്യ ഗേറ്റിലേക്കാണ് ഈ മാർച്ച് പോകുന്നത്. ഒരു റൗണ്ട് അവർ പോയതിനു ശേഷം കിലോമീറ്റർ ഉണ്ടാവും. ഇതൊരു 5 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? അപ്പോൾ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ അല്ലേ? ഓക്കെ. അപ്പോൾ ആ കാഴ്ചകളാണ് കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്കൊരു ചെറിയ ഇടവേള വേണം. മനോഹരമായ കാഴ്ചയാണ്. ദില്ലിയിലെ റിപ്പബ്ലിക് ഒരുക്കങ്ങളും വിശേഷങ്ങളും കൂടിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾക്കും സന്തോഷമുള്ള ദിവസമാണ്. റിപ്പോർട്ടർ TVക്ക് സ്വന്തമായിട്ട് ഒരു ഓഫീസ് ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. ലോക്സഭയുടെ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാരി മലയാളത്തിലെ മുതിർന്ന ദില്ലി മാധ്യമപ്രവർത്തകർക്കൊപ്പമായിരിക്കും ആ ഓഫീസിന് ഉദ്ഘാടനം നിർവഹിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് ദില്ലിയിൽ എത്തിയത്. അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം.